ഹോമിയോപ്പതിയിൽ തലവേദനകൾ സ്പെഷ്യലി മൈഗ്രെയിൻ എങ്ങനെയാണ് ചികിത്സിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ തലവേദന ഏത് തരത്തിലുള്ള തലവേദനയാണ്, അത് മൈഗ്രെയിൻ ആണോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ എന്ന് ആദ്യം രോഗനിർണയം ചെയ്യേണ്ടിയിരിക്കുന്നു. ആ ഡയഗ്നോസിസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു വ്യക്തിയുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രത്യേക ലക്ഷണങ്ങളെ നമ്മൾ കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. ഹോമിയോപ്പതി ചികിത്സ ഇൻഡിവിജ്വലൈസ് ട്രീറ്റ്മെന്റ് ആണെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ. അത്തരത്തിൽ ഒരു രോഗിയുടെ ലക്ഷണങ്ങൾ, ഏത് ഭാഗത്താണ് തലവേദന തുടങ്ങുന്നത്, ഏത് വശത്ത് നിന്ന് തലവേദന തുടങ്ങി ഏത് സ്ഥലത്തേക്കാണ് ആ തലവേദന പോകുന്നത്, ഏത് തരത്തിലുള്ള വേദനകളാണ്, മിടിപ്പ് പോലത്തെ വേദനയാണോ, ഇടിക്കുന്നത് പോലത്തെ വേദനയാണോ എന്നിങ്ങനെ ഓരോ തരത്തിലുള്ള വേദനകളും കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു ദിവസത്തിന്റെ ഏത് സമയത്താണ് തലവേദന കൂടുന്നത്, ഏത് കാര്യങ്ങൾ എക്സ്പോസ്ഡ് ആകുമ്പോഴാണ്, ഒരുപക്ഷെ വെയിൽ കൊള്ളുമ്പോഴാണോ, ഉറക്കമില്ലായ്മ വരുമ്പോഴാണോ, വയറൊഴിഞ്ഞു കിടക്കുമ്പോഴാണോ, അതോ ക്ഷീണിതനായിട്ടിരിക്കുമ്പോഴാണോ, മാനസിക സമ്മർദ്ദം വരുമ്പോഴാണോ തലവേദനകൾ വരുന്നത് എന്നിങ്ങനെ ഓരോ വ്യക്തിയുടെയും മാനസികവും ശാരീരികവുമായിട്ടുള്ള ഓരോ ലക്ഷണങ്ങളെയും കൃത്യമായിട്ട് അപഗ്രഥിച്ചുകൊണ്ടാണ് ഒരു ഹോമിയോപ്പതി ഡോക്ടർ അദ്ദേഹത്തിന്റെ മരുന്ന് പ്രിസ്ക്രിപ്ഷനിലേക്ക് എത്തുന്നത്. ഇത്തരത്തിൽ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കുകയും ഇതോടൊപ്പം തന്നെ വേദന വരുമ്പോൾ വേദന കുറയ്ക്കുവാനുള്ള ഹോമിയോപ്പതി മരുന്നുകളും കൂടെ ചേർത്ത് കഴിക്കുകയും ചെയ്യുമ്പോൾ കുറഞ്ഞ സമയങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ വേദനകൾ കുറഞ്ഞു പോകുന്നതായിട്ട്, മാറിപ്പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. മരുന്ന് മാത്രം പോരാ, ഇതോടൊപ്പം തന്നെ ജീവിതശൈലിയിലുള്ള മോഡിഫിക്കേഷൻസും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും ജനറൽ മാനേജ്മെന്റും നമ്മുടെ ഉറക്കവും ഡയറ്റും ഒക്കെ കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് ഡോക്ടർ നിർദ്ദേശപ്രകാരം അതുകൂടെ പാലിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ മൈഗ്രെയിൻ എന്ന മാറാ രോഗത്തെ നമുക്ക് പിടിച്ചു കെട്ടുവാനായിട്ട് സാധിക്കും.